നമസ്കാരം. അതീവ സുരക്ഷയുള്ള ലക്ഷക്കണക്കിന് കോടികൾ വിലമതിക്കുന്ന അമൂല്യ നിധിശേഖരമുള്ള തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ശ്രീകോവിലിനുള്ളിൽ നിന്ന് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള സ്വർണവും വജ്രവും കാണാതായെന്ന സംസ്ഥാന പോലീസിന്റെ കണ്ടെത്തൽ കേരളത്തെ ആകെ നടുക്കിയിരിക്കുകയാണ്. വിഷയം ചൂണ്ടിക്കാട്ടി സംസ്ഥാന പോലീസ് മേധാവി ആഭ്യന്തര സെക്രട്ടറിക്ക് റിപ്പോർട്ട് നൽകി കഴിഞ്ഞു. ഇന്റലിജൻസ് മേധാവി നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് DGP സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. സുപ്രീം കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ 5 അംഗ ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അതീവ സുരക്ഷിതമായി പരിപാലിക്കപ്പെടുന്നുവെന്ന് നമ്മൾ കരുതിയ ക്ഷേത്രത്തിലാണ് ഈ ഒരു വമ്പൻ കൊള്ള നടന്നിരിക്കുന്നത്. ശ്രീകോവിലിനുള്ളിൽ അതീവ സുരക്ഷിതമായി സൂക്ഷിക്കേണ്ട വജ്രം പതിച്ച അമൂല്യ ആഭരണമായ വൈരനാമം ദുരൂഹ സാഹചര്യത്തിൽ ക്ഷേത്രത്തിൽ നിന്നും കവർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. പോലീസിന്റെ കണ്ടെത്തലുകൾ പരിശോധിച്ചാൽ ക്ഷേത്രത്തിലെ ആ അമൂല്യ വസ്തുക്കളുടെ കാര്യത്തിൽ വലിയ സുരക്ഷാ ആശങ്കകളും ഉത്തരവാദിത്തമില്ലായ്മയുമാണ് നിലനിൽക്കുന്നതെന്ന് വ്യക്തമാകും. ശ്രീകോവിലിനുള്ളിൽ പരമ്പരാഗതമായി സൂക്ഷിച്ചിരിക്കുന്ന വൈരനാമം അറ്റകുറ്റപ്പണിയുടെ പേരിൽ മാറ്റിയിട്ട് കഴിഞ്ഞ 6 മാസമായി തിരികെ വെച്ചിട്ടില്ല. 6 മാസം മുൻപ് ഇത് അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുപോയെന്നാണ് രേഖകളിലുള്ളത്. എന്നാൽ ഇത് ഇതുവരെ ക്ഷേത്രത്തിൽ തിരികെ എത്തിച്ചിട്ടില്ല എന്നത് വലിയ ദുരൂഹതയാണ് ഉയർത്തുന്നത്. ഇതിനു പുറമെ ഭക്തർ വഴിപാടായി സമർപ്പിച്ച ഏകദേശം 78 ഗ്രാമോളം സ്വർണ്ണക്കട്ടികളിലും നാണയങ്ങളിലും കുറവ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഉരുപ്പടികൾ ഉരുക്കി പരിശോധിച്ചപ്പോൾ ഈ കുറവ് വ്യക്തമായത്. അതിലും ഞെട്ടിക്കുന്നത് അറ്റകുറ്റപ്പണികൾക്കായി മാറ്റിയ തട്ടുകളുള്ള പ്രധാന സ്വർണ്ണവിളക്ക് ക്ഷേത്രത്തിൽ ഇപ്പോൾ ഇല്ല എന്നും തിരികെ എത്തിയിട്ടില്ല എന്നതും കണ്ടെത്തിയതാണ്. ഇതിനു പകരം യാതൊരുവിധ ഔദ്യോഗിക രേഖകളും ഇല്ലാതെ ഒരു വെള്ളി വിളക്കാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. അമൂല്യമായ സ്വർണ്ണവിളക്ക് കണ്ടെത്താൻ വേണ്ടി നടത്തിയ വലിയൊരു ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലുണ്ടെന്നുള്ളത് വ്യക്തമാകുന്നത്. ഇന്റലിജൻസ് ADGP നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ 2026 മെയ് 15-നാണ് ഈ ഒരു നിർണായക റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. ക്ഷേത്രത്തിന്റെ ചെമ്പകത്തുമൂട് പ്രവേശന കവാടത്തിൽ കമാൻഡോകളുടെയും പോലീസിന്റെയും നിർബന്ധിത സുരക്ഷാ പരിശോധനകൾ നിലനിൽക്കുമ്പോഴാണ് ക്ഷേത്രത്തിലെ ചില ജീവനക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും രാജകുടുംബവുമായി അടുത്ത ബന്ധമുള്ളവരും ഈ സുരക്ഷാ വലയം നിരന്തരം മറികടക്കുന്നതായി അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. ഇവർ യാതൊരുവിധ പരിശോധനകളും ഇല്ലാതെയാണ് ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നത്. ഇങ്ങനെ യാതൊരുവിധ സുരക്ഷാ പരിശോധനകളും ഇല്ലാതെ ക്ഷേത്രത്തിൽ സ്ഥിരമായി കയറി ഇറങ്ങുന്നവരുടെ ലിസ്റ്റും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇവർ ആദിത്യവർമ്മയുമായി അടുത്ത ബന്ധമുള്ളവരാണെന്നും കവടിയാർ കൊട്ടാരം സ്ഥിരമായി സന്ദർശിക്കുന്നവരാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാവുന്നുണ്ട്. പദവികളോ ബന്ധങ്ങളോ നോക്കി സുരക്ഷാ പരിശോധനകളിൽ ഇളവ് നൽകുന്നത് ക്ഷേത്രത്തിന്റെ സുരക്ഷയെ തന്നെയാണ് ബാധിക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിന് സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും ആവർത്തിക്കുന്നത്. 2 ക്ഷേത്രങ്ങളിലും അതീവ സുരക്ഷ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ഭരണകൂടങ്ങൾ അവകാശപ്പെടുമ്പോഴാണ് അകത്തളങ്ങളിലെ അവിശുദ്ധ കൂട്ടുകെട്ടുകൾ വഴി അമൂല്യ വസ്തുക്കൾ അപ്രതീക്ഷിതമാകുന്നത്. ഈ സാഹചര്യത്തിൽ ക്ഷേത്രത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി കർശന നടപടികൾ സ്വീകരിക്കാൻ പോലീസ് സർക്കാരിനോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. നിലവറകൾക്ക് പുറത്ത് നിലവിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വർണവും വെള്ളിയും മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കളും അടിയന്തരമായി ഒരു സെൻട്രലൈസ്ഡ് സ്ട്രോങ് റൂമിലേക്ക് മാറ്റാൻ DGP നിർദ്ദേശിച്ചു കഴിഞ്ഞു. ഭക്തരിൽ നിന്ന് ലഭിക്കുന്ന സ്വർണവും മറ്റ് വഴിപാടുകളും കൃത്യമായി രേഖപ്പെടുത്തുകയും കർശന പോലീസ് നിരീക്ഷണമുള്ള പ്രത്യേക ലോക്കറുകളിൽ സൂക്ഷിക്കുകയും വേണം. ഏറ്റവും പ്രധാനമായി സുരക്ഷാ പരിശോധനകൾ മറികടക്കുന്നതിനോട് യാതൊരു വിട്ടുവീഴ്ചയും പാടില്ലെന്നും വ്യക്തികളുടെ പദവിയോ ബന്ധങ്ങളോ നോക്കാതെ എല്ലാവരും നിർബന്ധിത സുരക്ഷാ പരിശോധനയ്ക്ക് വിധേയമാകണമെന്നും റിപ്പോർട്ടിൽ കർശനമായി ആവശ്യപ്പെടുന്നുണ്ട്. കേരളത്തിലെ പ്രശസ്തമായ 2 ക്ഷേത്രങ്ങളിലെയും സ്വത്തുക്കൾക്ക് ഒരേ രീതിയിൽ കുറവ് വരുന്നത് അതീവ ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് വ്യക്തമാക്കുന്നത്. ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിവാദത്തിന് സമാനമായി ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ശ്രീകോവിലിനുള്ളിൽ നിന്ന് പോലും വൈരനാമവും സ്വർണ്ണവിളക്കുകളും കാണാതാകുമ്പോൾ അവിടെ ആർക്കാണ് യഥാർത്ഥത്തിൽ അധികാരമുള്ളതെന്ന ചോദ്യം പ്രസക്തമാവുകയാണ്. സുപ്രീം കോടതി നിർദ്ദേശിച്ച സുരക്ഷാ സംവിധാനങ്ങളെയും കമാൻഡോ കാവലിനെയും നോക്കുകുത്തിയാക്കി കൊട്ടാര ബന്ധമുള്ള ചില വ്യക്തികൾ പരിശോധനകളില്ലാതെ കയറി ഇറങ്ങുന്നത് ഈ കൊള്ളയുടെ ആഴം വർദ്ധിപ്പിക്കുകയാണ്. നിലവറയ്ക്ക് പുറത്തുള്ള മുഴുവൻ സ്വർണവും സ്ട്രോങ് റൂമിലേക്ക് മാറ്റാനും VIP പരിഗണനകൾ പൂർണ്ണമായും ഒഴിവാക്കി എല്ലാവർക്കും നിർബന്ധിത സുരക്ഷാ പരിശോധന ഏർപ്പെടുത്താനുമുള്ള പോലീസിന്റെ ശുപാർശകളിൽ പുതിയ സർക്കാർ അടിയന്തരമായി ഇടപെട്ട് കർശന നടപടികളാണ് സ്വീകരിക്കേണ്ടത്.